എനിക്കൂടെ അയച്ചേക്കിട്ടാ. പോവാ ഞാൻ തിരക്കയച്ചു ഒരു അത്യാവശ്യത്തേക്ക്. എന്റെ തലചെറിച്ചില് കണ്ടാ അറിയാം മറ്റേ കള്ളാണ്. അല്ലെന്ന് ഞാൻ പിന്നെ പറയാം. ഞാൻ ഇപ്പൊ തിരക്കില്ല, അതുകൊണ്ടാ. എന്നാടാൻ പോകണം. ഇത് ഒന്ന് അയച്ചിട്ടേക്കിട്ടാ. ശരി 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 എങ്ങനെ അടിച്ച് കളയണേന്നും കൂടെ ഒന്ന് പറയണേ. അടിച്ചു കളയാം. ഞാൻ ഫോം ഫില്ലിങ്ങും കൂടെ പഠിപ്പിക്കുന്നുണ്ട്. ഏത് ഫോം? മറ്റേ ഇത് ഡിസ്ട്രിബ്യൂട്ടറുടെ ഫോം ഫില്ലിങ്ങും കൂടെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതും കൂടെ അയച്ചു തരാം. ആ ശരി. പക്ഷെ അത് ഫോം ഫില്ലിങ് മറ്റേ ഫോണിൽ കൂടെ ആയിരിക്കും കൂടുതൽ, കുഴപ്പമില്ല. പിന്നെ ഇവന് പഠിപ്പിച്ചു കൊടുക്കുക, ഇവൻ നിങ്ങൾക്ക് പറഞ്ഞു. ശരി, ഒന്ന് റെക്കോർഡ് ചെയ്തേക്കിട്ടാ. ടെലഗ്രാമിൽ ഇട്ടേക്കാം. ശരി. ഓക്കെടാ, നമുക്ക് ഞാൻ സ്ക്രീൻഷോട്ട്. എടാ നിന്റെ ഡിസ്ട്രിബ്യൂട്ടർ എന്നെ തിരുവോണത്തിന് വന്നു വിളിക്കും, അബൂബക്കർ. അയാള് മറ്റേ ഓർഡറിനായിരിക്കും. അയാൾക്ക് ഇന്ന് തന്നെ ഓർഡർ. ഇന്നലെ ഞാൻ ചോദിച്ചപ്പോ അയാൾക്ക് വേണ്ട, ഇന്നിപ്പോ പെട്ടെന്ന് ഓർഡർ വേണോ? പറ്റത്തില്ല, അയാളായിരിക്കും. അതെ, എടുക്കണോ? എടുത്തു. എന്ത് കേട്ടോ? QR കോഡ് ഇല്ലാതെ ബില്ല് വേണ്ട. ഞാനന്ന് ചോദിച്ചിട്ട് പറഞ്ഞു. അയ്യപ്പേട്ടെ കുറച്ച് ബിസിയാണ്. ഞാൻ വിളിക്കാം, ഞാൻ തിരിച്ചു വിളിക്കാം. ഞാൻ വിളിക്കാം. അല്ല, ഞാൻ ചോദിച്ചിട്ട് പറയാം. ശരി. എന്റെ സ്ക്രീനിൽ നീ ഇൻഫിനിറ്റി മിററിൽ നിൽക്കുന്നത് ഇതെന്തെങ്ങനെ? ഇല്ല, എനിക്കിപ്പോ ഒരു ഇത് വന്നിരുന്നു. ടു അവോയ്ഡ് ഇൻഫിനിറ്റി മിറർ, ഡോണ്ട് ഷെയർ ദ എൻ്റയർ സ്ക്രീൻ. ഞാൻ ഷെയർ എനിവേ എന്ന് വെച്ചപ്പോഴത്തേക്ക് നീ ഇത് കൊള്ളാല്ലോ, ഇതിന്റെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചാൽ നൈസ് ആയിരിക്കും. ഈ മോശംകാരൻ പിന്നെ വിളിക്കുന്ന അയാളല്ലേ നിന്നെ ഇപ്പൊ വിളിച്ചേ? എന്നെടുത്തോ, ഒരു കാര്യം ചോദിക്കാനാ. QR കോഡിന്റെ അത് ചോദിക്കാൻ പറഞ്ഞു. ഞാൻ ചെറിയൊരു തിരക്കിലേക്ക് പറഞ്ഞു. മീറ്റിംഗിലാണ്, ഗൂഗിൾ മീറ്റിംഗ്. ഈ ഇൻവോയ്സ് അതെ, ഈ ഇൻവോയ്സ് ബില്ല് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തൊരു കോഡ് വരുമല്ലോ. ഈ ഇൻവോയ്സ് ബില്ലിങ് ചെയ്താൽ അതിന്റെ മുകളിൽ QR കോഡ്. ഓക്കെ ശരി. ഇതിനാണ് ഇയാൾ വിളിച്ചത്. സന്ദീരനെ എവിടെ കോഡ്? ഇത് എനിഡെസ്ക് അല്ലടാ. എനിഡെസ്ക് പുള്ളിയുടെ അൾട്രാ വ്യൂവർ ഇല്ല. അൾട്രാ വ്യൂവർ ഇൻസ്റ്റാൾ ചെയ്താലോ? സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? അയാളെ വിളിച്ചിട്ടൊന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറയണം. അതപ്പോ ഒരു 1 മന്തിന് തിരിച്ച് മാറുമല്ലോ അല്ലേ? പറഞ്ഞത് 1 മന്തിനുള്ളിൽ മറ്റേ കോൾ റൂമിന്റെ മാറ്റി തരാന്നാണ്. അക്സെപ്റ്റ് ചെയ്യാവോ? ഓക്കെ ശരി. വന്നു. ഫുൾ ആക്സസും കൂടെ കൊടുക്കാൻ പറയും. ഫുൾ ആക്സസ് കൊടുക്കാം. ഫുൾ ആക്സസ് ഓക്കെ. ഇതില് നോക്ക്. ഇതില് വന്നാല് ഈ റിപ്പോർട്ട്സിൽ പോയിട്ട് ബിൽ കസ്റ്റം റിപ്പോർട്ട്സ് എടുത്തിട്ട്
സ്റ്റോക്ക് റിപ്പോർട്ട്സ് പോയാൽ കറണ്ട് സ്റ്റോക്ക് റിപ്പോർട്ട് കിട്ടും. അതിൻ്റെ സെല്ലിംഗ് റേറ്റ് ഡിസ്പ്ലേ ബാച്ച് നോ സെക്ടർ 0 സ്റ്റോക്ക് default ഇതാണ്. എക്സലും കിട്ടും PDF-ഉം കിട്ടും. ഞാനിപ്പോൾ PDF-ലോട്ട് വന്നിട്ട് എക്സലിലേക്ക് പോകാം. എക്സലത്തിൽ സേവ് ചെയ്തിട്ടുണ്ട് സിസ്റ്റത്തിൽ. ഇതിൻ്റെ അകത്ത് ഇപ്പൊ നോക്കിയാല് ഇപ്പൊ സൂം ചെയ്ത് കാണാമോ? കാണാം കാണാം. അല്ലല്ല, അതിൽ നോക്കിക്കോട്ടെ. ഇതിൽ ഏറ്റവും കൂടുതൽ കിടക്കുന്നുണ്ടോ? ഏതാ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് കിടക്കുന്നത് നോക്കാം. 8 കേസ് ബട്ടർ. 8 കേസ് ബട്ടർ അവർക്കില്ല. അവിടെ കൂടിപ്പോയ ഒരു 3 കേസ് 4 കേസ് ബട്ടറെ കാണത്തുള്ളൂ മാക്സിമം. ഇത് ക്ലിയർ ചെയ്യണം ഒന്നാമത്തേത്. എക്സൽ ഫയൽ എടുക്കുകയാണെങ്കിൽ ഏറ്റവും എളുപ്പം എക്സൽ ചെയ്യാണ് ഏറ്റവും എളുപ്പം. 5 മിനിറ്റ് ഇത് എക്സൽ കാണിക്കാം. ഈ 7-ാം തീയതിക്ക് മുന്നേ ചെയ്തു തരാന്ന് പറയണ്ടേ? 8-ാം തീയതി പറഞ്ഞാൽ മതി. കാരണം ഈ 7-ാം തീയതി വരെ മിക്കതും അവധിയാണ്. 7-ാം തീയതി മിക്കതും അവധിയാണ്. പക്ഷെ നമുക്ക് വേറെ വഴിയില്ല. ഈ ഉഷസിന്റെ പുള്ളിക്ക് 2 പേരും ഇല്ല. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് അവര് അവിടെ ഇല്ല. എന്റർപ്രൈസസ് അല്ല, ഏജൻസീസ്. ഐസ്ക്രീം ഒരു ടൂർ പോയി കാണും. ടൂർ പോയത്. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അത്? ഏതാ? ഈ ഉഷസിന്റെ ഉഷസിന്റെ ചെയ്യാൻ പറ്റും. ഉഷസിന്റെ അവരുടെ സിസ്റ്റം കിട്ടിയപ്പോ ഉഷസിന്റെ സ്റ്റോക്ക് കൂടുതലാണ്. 28 കിടക്കുന്നത്. 28 ലക്ഷം. എക്സൽ റിപ്പോർട്ട്സ് ഫോട്ടോ 28 ദിവസത്തെ സ്റ്റോക്കാണ് നടക്കുന്നത്. അല്ല, 28 ലക്ഷമാണ് സ്റ്റോക്ക് വാല്യൂ കിടക്കുന്നത്. 28 ലക്ഷമോ? ഐസ്ക്രീമോ? ഒരു സെക്കൻഡ്. അല്ല, സ്റ്റോക്ക് വാല്യൂ 1.82 ആണ്. പക്ഷെ സ്റ്റോക്ക് വാല്യൂ നമ്പർ ഓഫ് ഡേയ്സ് 31. അതെന്തോ മറ്റേ ഇതാണ് സ്റ്റേഷൻ പോയി ഒന്നുകൂടെ വിളിച്ചിട്ട് അവനെ ഇതാക്കാൻ പറയാം. അവര് ബില്ലടിക്കാത്തതിന്റെ പ്രശ്നം. ഇവർക്ക് ഇത് എന്നോട് ഇൻസ്റ്റാൾ ചെയ്താലോ? ആർക്കുണ്ടല്ലോ ഓൾറെഡി. പക്ഷെ എന്റെ പോട്ടെ. ടീം വ്യൂവറും പോട്ടെ. നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് അത്ര. നീ ജാൻസിലൊന്ന് വിളിച്ചു പറയും.
കിട്ടുന്നില്ലടോ. ആ അമ്മയുടെ അമ്മേ ഞാൻ നോക്കി, ഞാനൊരു മീറ്റിങ്ങിലാ. നോക്കാം കഴിഞ്ഞിട്ടോ. കിട്ടിയില്ലടാ. ഏട്ടാ ജാൻസിനെ വിളിക്കടാ. ജോജിയും ജാൻസി എല്ലാരെയും വിളിച്ചു, എടുക്കുന്നില്ല അയാള്. അവിടെ മറ്റേ സരിത ചേച്ചി ഉണ്ടോ? ഉച്ചവരെ ഉണ്ടെന്ന് തോന്നുന്നു. അവരെല്ലാവരും വീട്ടിൽ പോയി. ആ ജോജി, ഹലോ. ആ ഇപ്പൊ ഒരു നമുക്ക് കണക്ഷൻ പോയോ? ഒരു റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ട്, അക്സെപ്റ്റ് ചെയ്യാനായിരുന്നു. സരിത ചേച്ചി അവിടെ ഉണ്ടോ? സരിത ചേച്ചി ഉണ്ടോ? കഴിക്കാൻ പോയോ? ആണോ? ആ ഓക്കെ ഓക്കെ. 2 മിനിറ്റുള്ളിൽ ചെയ്യാന്ന് പറഞ്ഞു. പുള്ളി പുറത്ത് നിൽക്കുന്നു. സരിത ചേച്ചി ഉണ്ടെന്നാണോ പറഞ്ഞത്? ഇല്ല, സരിത ചേച്ചി ചോറ് കഴിക്കാൻ പോയി. ചോറ് കഴിക്കാൻ അവിടെ തന്നെ ഉണ്ട്. മറ്റേ ഇന്നലത്തെ നമ്മുടെ ഓഫീസിൽ വന്നത് കൂട്ടാൻ പറ്റുമോ? TADA-ക്കകത്ത്, TADA-നകത്ത്, മറ്റേ ടൂറിനകത്ത്. ഓഫീസിൽ മീറ്റിങ്ങിന് പോയെന്ന് പറഞ്ഞത്. DSR-ൽ അപ്പം മീറ്റിംഗ് എന്ന് പറഞ്ഞു കൊടുത്താൽ മതിയോ? ആ ഓണമാവ സെലിബ്രേഷൻ ഉണ്ടല്ലോ. അതിടണ്ടല്ല. ഉണ്ട്. ഉണ്ടോ? അതിടാൻ പാടില്ല. സരിത ചേച്ചി എടുക്കുന്നില്ല. ഇതിടയ്ക്ക് ഇങ്ങനെ കട്ടായി പോവോ കണക്ഷൻ? എനിഡെസ്കിന് ഇപ്പൊ 5 മിനിറ്റേ ഉള്ളൂ. അതാ എല്ലാരും അൾട്രാ വ്യൂർ പറയുന്നത്. ഇതിലൊന്ന് അൾട്രാ വ്യൂർ ഒക്കെ എടുത്താലോ നമുക്ക്? അതായിരിക്കും നല്ലത്. ഹലോ, ഒരു മിനിറ്റ് പോലെ. ഫുൾ ആക്സസ് തരാൻ പറയാം. ഫുൾ ആക്സസ് കൊടുക്കാവോ? ഇത് മറ്റേ എനിഡെസ്ക് ആയതുകൊണ്ട് 5 മിനിറ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. എനിഡെസ്ക് ആയതുകൊണ്ട് 5 മിനിറ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ഒരു സെക്കൻഡ്. ചേട്ടാ അൾട്രാ വ്യൂർ എടുക്കുവാണോ? അൾട്രാ വ്യൂർ എടുക്കാം. ജോജിയോട് പൊക്കോളം പറയട്ടെ. പൊക്കോളാൻ പറഞ്ഞു. പൊക്കോ കുഴപ്പമില്ല. ഹലോ, ഞാൻ എന്തായാലും വിളിക്കാം. ഓക്കെ ശരി. ഇനിയും കണക്ഷൻ പോകത്തില്ലല്ലോ അല്ലേ? വിശ്വസിക്കാം. പുള്ളി അവിടെ തന്നെ ഇരിപ്പുണ്ട്.
ഓണമായിട്ട് പരിപാടി ഒന്നും ഇല്ലായിരുന്നു. ഓണമായിട്ട് ഇപ്പൊ ഇവിടെ എല്ലാം വൃത്തിയാക്കലായിരുന്നു. ഇനി പുറത്തോട്ടൊന്ന് പോണം. അവിടെ വീട്ടിലെല്ലാരും സുഖമല്ലേ? ചന്ദ്രന് നമ്മുടെ വീട്ടിൽ ഓക്കെ. മലിനി ഇത് മിനിമൈസ് ചെയ്യുന്നു, എന്നിട്ട് ഇത് മിനിമൈസ് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ നമ്മുടെ സിസ്റ്റത്തിൽ കയറും, എന്നിട്ട് അൾട്രാ വ്യൂവർ എടുക്കും. പാർട്ട്ണർ ഐ ഡി കൊടുക്കുന്നു. അവരുടെ ഐ ഡി എത്രയായിരുന്നു? 766736. മറ്റേതാണ് 5396. നമുക്കിവിടെ സിസ്റ്റം കിട്ടിയില്ലേ? ഓക്കെ ഓക്കെ അല്ലേ, എളുപ്പമായില്ലേ? ഓക്കെ, ഇവിടെ ചെയ്തോ അല്ല, ഇവിടെ ഇവിടെ നോക്കൂ. ഏത് സാധനം? എന്റെ സാധനമായിരുന്നു. ഇതിലോട്ട് എക്സലിലേക്ക് വരുന്നില്ലല്ലോ. എക്സൽ റിപ്പോർട്ട്സ് ഫോൾഡർ. ഓക്കെ, പ്രിന്റ് ഫയലാണല്ലോ. ലോക്കൽ ഡിസ്ക് സി പ്രോഗ്രാംസ് ഇൻറ്റു 86 കോർ സ്റ്റോക്കി. ഇതിൻ്റെ അകത്ത് എക്സൽ ആണ് വേണ്ടത്. ഇന്നത്തെ ഡേറ്റ് എത്രയാണ്? 9 അല്ലേ? ഇന്നത്തെ ഡേറ്റ് 4/9 അല്ലേ? ഇല്ല ചേച്ചി, ഒരു മറ്റേ ഇതെടുക്കാനായിട്ട് അപ്രൂവൽ കിട്ടാനായിട്ട് വിളിച്ചതാ. ഹലോ, ആ ഒരു അപ്രൂവൽ കിട്ടാനായിട്ട് വിളിച്ചതാ. ജോജി വന്ന് ചെയ്തു. ഓക്കെ ഓക്കെ, ശരി ശരി ചേച്ചി. അത് 4/9 എന്ന് പറഞ്ഞില്ലേ? ഡൗൺലോഡ് ആയില്ലായിരുന്നു. ഞാൻ നോക്കാം. 4/9 ക്രിയേറ്റ് ഉണ്ട്. എക്സൽ ഫയൽസ്, സെർച്ച് ബട്ടൺ അവിടെ. എക്സൽ റിപ്പോർട്ട്സ്. ഓക്കെ, എക്സൽ വന്നു. നമ്മളൊരു എക്സൽ വന്നാല് ആദ്യം അതിൻ്റെ അകത്ത് വേണ്ടാത്ത കോളെല്ലാം നമ്മൾ ഡിലീറ്റ് ചെയ്യണം എപ്പോഴും. അതിനകത്ത് ഈ പ്രൊഡക്റ്റ് കോഡ് AFCP പ്രൊഡക്റ്റ് കോഡ് MRP സെല്ലിംഗ് റേറ്റ് സെയിലബിൾ കേസ്. ഓക്കെ, ഓക്കെ. സെയിലബിൾ വെയിറ്റ് നമുക്ക് ആവശ്യമില്ല. സെയിലബിൾ കേസും പീസും ആണ്. സെയിലബിൾ ഓക്കെ.
ഇതിന്റെ അകത്ത് വാല്യൂ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കിടക്കുന്നത് നമുക്ക് എപ്പോഴും ഇതാക്കാൻ പറ്റും. കണ്ടീഷൻ, പക്ഷെ അതിന്റെ അകത്ത് അത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇത് ഫിൽട്ടർ നോക്കാം, ചെയ്താൽ പോലെ. സെയിലബിൾ കേസ് നോക്കാം നമുക്ക്. കണ്ടീഷൻ ഫോർമാറ്റിംഗ് ഹൈലൈറ്റ് ഒരു 10 കേസിന് മുകളിലുള്ള എല്ലാം നമുക്ക് നോക്കാം. ഓക്കെ, 10 കേസിനുള്ള ഫ്രഷ് സ്ക്രീൻ 15 കേസ്. 250 15 കേസ് അവിടെ ഉണ്ടാവുമോ? 10 കേസ് കാണായിരിക്കും. ഒരു എത്ര കേസ് കളയാം? ഒരു 10 കേസ് അടിച്ച് കളയാം അല്ലേ? 36 കേസ് അമൂല്യ 200 ഗ്രാം റീഫില് 36 കേസ് കാണത്തില്ല. അവിടെ 25 കേസ് അടിച്ചു. ഓക്കെ, നെക്സ്റ്റ്. മിഠായി മീറ്റ് 400 ഗ്രാം ഒരിക്കലും കാണത്തില്ല. 16 കേസ് കൂടിപ്പോയ 5 കേസ് കാണും. 200 ഗ്രാം 152 കേസോ? അവിടെ കഴിഞ്ഞ ദിവസം എടുത്ത ഏതാണ്ട് 40 കേസ് കണ്ടെടുത്ത്. അപ്പോൾ അതിൻ്റെ അകത്തൊരു 110 കേസ് 110 കേസ് അടിച്ചു കഴിഞ്ഞാൽ 42 ആയില്ലേ? 120 കേസ് അടിച്ചത് അല്ല, അവരിപ്പോ മിക്കവാറും 130 കേസാണ്. കാരണം ഓണത്തിന് അടിച്ചു കളഞ്ഞാണ്. 4 കേസ് എന്താ 500 ജീവിതത്തിൽ 4 കേസ് കാണാം സാധ്യതയുണ്ട്. വാട്ടർ ടോസ്റ്റ് 786 കേസ് 10ന്റെ മുല ഒരിക്കലും കാണത്തില്ല. 600 അല്ല, ഒരു 700 അടിച്ചോളെ. ഒരു 86 കേസ് കൂടുതൽ, 86 കേസിന്റെ കൂടുതലാണ്, 750 കേസ് ടോട്ടൽ ആയിരത്തി. ഇപ്പൊ ഇത്രയും നമ്മൾ അടിച്ചു കളയണം. പിന്നെ ബാക്കി പനീർ അവിടെ സ്റ്റോക്ക് ഉണ്ടോ? 10 കേസൊക്കെ 5 കേസ് അടിച്ചോ, 7 കേസ് അടിച്ചാണ് പനീർ സ്റ്റോക്ക് ഉണ്ട്. പിന്നെ ഇനി വാല്യൂവിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഏതാ നോക്കാം. ബട്ടർ 8 കേസ് ബട്ടർ വേണം. ഒരു 6 കേസ് അടിച്ചാൽ 2 ചോക്കോമിനി 5 കേസ് കാണത്തില്ല. 1 കേസ് അടിച്ചാൽ. പിന്നെ വേറെ 7 കേസ് ലസ്സി 7 കേസ് ഉണ്ടോ? സ്റ്റോക്ക് ഉണ്ടോ അവിടെ? 3 കേസ്. മിഠായി മറ്റേ 7.5 കിലോ 8 കേസ് ഉണ്ട് അവിടെ? ഇല്ല, കാണത്തില്ല. കൂടിപ്പോയി 3 കേസ് സ്റ്റോക്ക്. 9 കേസ് താസ 500 ml 9 കേസ് കാണാം. ഇനി അൺസോൾട്ടഡ് 106 കേസ് ഒരിക്കലും അവിടെ കാണത്തില്ല. കൂടിപ്പോയ 2 കേസ്. 4 കേസ് 500 ml ജാറ് കാണാം. ഓക്കെ അല്ലേ? ഇത്രയും പോലെ. ഇനി അവിടെ ഒരു പെൻഡിങ് GRN കിടപ്പുണ്ടാവോ? പെൻഡിങ് ഇപ്പൊ എങ്ങനെ അറിയാം? അത് നമുക്ക് സ്റ്റോക്ക് നോക്കിയാൽ പറയാം. പെൻഡിങ് പർച്ചേസ് റെസിപ്റ്റുകൾ ഉണ്ടോ എന്നറിയാനായിട്ട് കമ്പനി മാനേജ്മെന്റിൽ പോവുക. പർച്ചേസ് റെസിപ്റ്റ് ന്യൂ. ഈ കമ്പനി ഇൻവോയ്സ് നമ്പറിന്റെ അവിടെ കൺട്രോൾ F6 കൊടുക്കുക. ഒന്നുമില്ല, റെക്കോർഡ് നോട്ട് ഫൗണ്ട് ഒന്നുമില്ല. ഒരു GRN പെൻഡിങ് ഇല്ല. അടിയിൽ റെക്കോർഡ് നോട്ട് ഫൗണ്ട് കണ്ടോ? ഇവിടുന്ന് സ്റ്റോക്ക് അടിച്ചിട്ട് അവിടെ ബില്ല് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇനി സ്റ്റോക്ക് ഇനിയാണ് പറയാൻ പോകുന്നത്. സ്റ്റോക്ക് 2 രീതിയിൽ ക്ലിയർ ചെയ്യാൻ പറ്റും. ഒന്ന്, നമുക്ക് ബില്ല് ചെയ്ത് കളയാൻ പറ്റും. 2, ഇതുപോലെ നമ്മളിപ്പോ ഈ എക്സൽ എടുത്തിട്ട് ഇവിടെ നീ ഇന്നലെ മറ്റേ സപ്ലൈ പോയിന്റ് ചെയ്തില്ലേ, ഇൻവെന്ററി മാനേജ്മെന്റിൽ പോയിട്ട് സ്റ്റോക്ക് മാനേജ്മെന്റിൽ പോയിട്ട് ന്യൂ കൊടുത്ത് ട്രാൻസാക്ഷൻ ടൈപ്പ് റെഡ്യൂസ് ഫ്രം സ്റ്റോക്ക് ഓരോന്നായിട്ട് പ്രൊഡക്റ്റ് കാറ്റഗറി അനുസരിച്ച് കൊടുക്കണം. അടിച്ചടിച്ച് നമ്മൾ കളഞ്ഞ് ഓരോ പ്രൊഡക്റ്റും കൊടുക്കണം. ഈ ഒരെണ്ണം കളയുന്നത് കാണിക്കും. ഞാൻ ജസ്റ്റ് അടിച്ച് കയറ്റിയതുള്ളൂ. അതിനുശേഷം പിന്നൊന്നും അതായത് ഓരോന്ന് ആഡ് ചെയ്തു പ്രൊഡക്ട്സ്. ആഡ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഇതെല്ലാം നമ്മള് എന്താ പറയാ ഓരോ SKUs ആഡ് ചെയ്തിട്ട് സേവ് കൊടുത്തേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തില്ല. അല്ലല്ല, നീ ചെയ്തത് ഇതല്ലേ, ക്ലിയറിംഗ് അല്ലേ? ഇതല്ലേ IRന്റെ അഡ്ജസ്റ്റ്മെന്റ് ഔട്ട് അല്ലേ ചെയ്തത്? അതായത് നോക്ക്, റെഡ്യൂസ് ഫ്രം സ്റ്റോക്ക് ഉണ്ട്, ആഡ് ടു സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ നീ സ്റ്റോക്ക് അടിച്ചു കളയാ ചെയ്ത്. സ്റ്റോക്ക് അടിച്ചു കളയാ നീ ചെയ്തത്. അല്ല, അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് സേവ് ആൻഡ് കൺഫേം കൊടുത്താൽ മതിയോ? സേവ് ആൻഡ് കൺഫേം അല്ലടാ, സേവ് ആൻഡ് കൺഫേം കൊടുത്താൽ മതി.
ഇതിൽ റെഡ്യൂസ് ഫ്രം സ്റ്റോക്ക് അസോർട്ടഡ് അല്ല, 5000 അഡ്ജസ്റ്റ്മെന്റ് ഔട്ട് കൊടുക്കുക. എന്നിട്ട് ഓരോ പ്രൊഡക്റ്റ് അടിക്കുക. ഇപ്പൊ ഏതെങ്കിലും ഒരു ഫ്രഷ് ക്രീം അല്ലേ നമ്മൾ അടിച്ച് കളയുന്നത്. അപ്പോ ഫ്രഷ് ക്രീം അല്ലെങ്കിൽ മിഠായി മേറ്റ് 400 ഗ്രാം, മിഠായി മേറ്റ് 400 ഗ്രാം ഇവിടെ, മിഠായി മേറ്റ് 400 ഗ്രാം ബാച്ച് നമ്പർ. ഇപ്പോഴത്തെ MRP 130 MRPയുടെ എത്ര കേസായിരുന്നു നമുക്ക് അടിച്ചു കളയേണ്ടത്? ഇത് കേസ് ആക്കുക. ഇവിടെ എക്സൽ ഫയലില് നമ്മള് മിഠായി മേറ്റ് 400 ഗ്രാം 5 കേസ്, 200 ഗ്രാം 130 കേസ്. ഓക്കെ, അപ്പോ ഇതിന്റെ അകത്ത് നമ്മൾ 5 കേസിന് കൊടുക്കണം ക്വാണ്ടിറ്റി 5. എന്നിട്ട് എൻ്റർ അടിച്ച് പോയിട്ട് ലാസ്റ്റ് ഇതാ ഈ സേവ് ആൻഡ് കൺഫേം കണ്ടോ? ബാച്ച് ക്വാണ്ടിറ്റി സെയിലബിൾ അതെന്തുവാ? MG സെയിലബിൾ എന്ന് പറഞ്ഞാൽ വിൽക്കാൻ പറ്റുന്നത്, MG അൺസെയിലബിൾ എന്ന് പറഞ്ഞാൽ വിൽക്കാൻ പറ്റാത്തത്. അതായത് ഡാമേജ് സ്റ്റോക്കാണ് അൺസെയിലബിൾ എന്ന് പറയുന്നത്. സെയിലബിൾ എന്ന് പറയുന്നത് കറക്റ്റ് സ്റ്റോക്കാണ്. എന്നിട്ട് ഇതെല്ലാം അടിച്ച് കഴിഞ്ഞിട്ട് സേവ് ആൻഡ് കൺഫേം കൊടുത്താൽ നമുക്ക് ഇത് അഡ്ജസ്റ്റ്മെന്റ് വഴി, സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് വഴി സ്റ്റോക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അല്ല, അപ്പൊ അവിടെ ഡാമേജ് ഓൾറെഡി ഉണ്ടെങ്കിൽ അത് പ്രശ്നമാകും. ഡാമേജ് അറ്റിൽ കിടപ്പുണ്ട്, അത് ക്ലിയർ ചെയ്യണം, സെയിൽസ് റിട്ടേൺ അടിക്കണം. അല്ല, ഈ ഡാമേജ് അടിക്കുമ്പോൾ നമ്മൾ ഇതിനകത്ത് ചെയ്യണം അല്ലേ? ഡാമേജ് അടിക്കുമ്പോൾ ഇതിന്റെ അകത്തല്ല, അത് മറ്റേ സെയിൽസ് റിട്ടേൺ വേറൊരു പ്രൊസീജിയറാണ്. ഓക്കെ, ഇത് ഇങ്ങനെ ചെയ്തിട്ട് നീ ഇന്നലെ ചെയ്തില്ലേ ഇത്രയും ഓരോ പ്രൊഡക്ട്സ് എൻ്റർ ചെയ്ത് അവസാനം സേവ് ആൻഡ് കൺഫേം കൊടുത്തില്ലേ? അപ്പൊ അവിടെ അത് ക്ലിയർ ആയി. അതൊരു സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് പ്രൊസീജിയറാണ്. ഓക്കെ, ഇതിപ്പോ ഞാൻ അത് മാസത്തിൽ 1 മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ? അതെ, മാസത്തിൽ 1 പറ്റത്തുള്ളൂ. ഓക്കെ, ഇപ്പൊ അത് ആ വഴി ഞാൻ പറഞ്ഞു തന്നു. ഇനി രണ്ടാമത്തെ വഴി എന്ന് പറഞ്ഞാൽ ബില്ല് ചെയ്ത് ക്ലിയർ ചെയ്യാൻ പറ്റും. ബില്ല് ചെയ്യുക. ഞാനിപ്പോ കൗണ്ടർ സെയിൽ അടിക്കുന്നത്. കൗണ്ടർ സെയിൽ എങ്ങനെയാ ബില്ല് ചെയ്യുന്നത് കണ്ട? ഒന്നുകൂടെ കാണിച്ചു തരാം. കസ്റ്റമർ മാനേജ്മെന്റിൽ പോവുക, ബില്ലിംഗ് എടുക്കുക. എന്നിട്ട് ഇത് റൂട്ടാണ്, അല്ല സെയിൽസ്മാന്റെ പേരാണ്. ജെ എന്ന് പറയുന്നതാണ് അവിടുത്തെ സെയിൽസ്മാൻ. പിന്നെ കൗണ്ടർ സെയിൽ എന്ന് വെച്ചാൽ അവിടെ വെച്ച് വിൽക്കുന്നത്, അവിടെ തന്നെ വെച്ച് ഓർഡർ, അവിടെ വന്ന ആൾക്കാർ മേടിച്ചോണ്ട് പോകുന്നു. ജാൻസി വന്ന് മേടിച്ചു, ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ് വന്ന് മേടിച്ചു, അതാണ് കൗണ്ടർ സെയിൽ. എന്നിട്ട് വീണ്ടും കൗണ്ടർ സെയിൽ എടുക്കുന്നു. എന്നിട്ട് ഏതാ കട? ഇനിയാണ് കട. കൗണ്ടർ സെയിൽസ്, കൗണ്ടർ ചന്ദിരനെ ഏതൊരു കിടക്കി കൗണ്ടർ സെയിൽ അടിച്ചാൽ കൗണ്ടർ സെയിൽ ചേർത്തല സ്റ്റോർ എന്ന് പറയുന്ന അവിടുത്തെ ഒരു ഹോൾസെയിൽ, ചേർത്തല സ്റ്റോർ പഠിക്കും. ഓക്കെ, ഓക്കെ, അയാൾക്ക് എന്തോ ഡാമേജ് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്തൊക്കെ സാധനങ്ങളാ ക്ലിയർ ചെയ്യണ്ടേന്ന് നോക്കാം. ഓക്കെ, അതിന് ആദ്യം നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് സ്ക്രീൻ ഇടും. സ്പ്ലിറ്റ് സ്ക്രീൻ വർക്കിംഗ് അല്ലേ? 10ന്റെ ബാക്കിലുണ്ട്. ഇയാൾക്ക് മൊത്തമായിട്ട് 700 കേസ് അടിച്ചാലേ പണിയാവും. അതുകൊണ്ട് നമ്മൾ 700 കേസ് അടിക്കും. നമുക്ക് എത്ര കേസാണ്? ഇതില് മറ്റേ മൾട്ടിപ്പിൾ സ്ക്രീൻ ഇതെല്ലാം തോന്നും, പഴയ സിസ്റ്റം ആയതുകൊണ്ടേ. നമുക്ക് ഏറ്റവും കൂടുതൽ കളയേണ്ട ഏതാ? 500 റീഫിൽ 25 കേസ് അടിച്ചു കളയണം. പിന്നെ 10ന്റെ മാലയോ? പത്തിന്റെ മാല ഇല്ലേ ഇത്? അതെ, 10ന്റെ മാല 750 കേസാ 10ന്റെ മാല അടിച്ചു കളയാനുള്ള. നമുക്ക് ഇവിടെ ഒരു 50 കേസ് അടിക്കണം. 50 കേസ് അപ്പൊ അയാൾക്ക് മാത്രം കൊടുത്തു. 20 കേസൊക്കെ ഒരുപാട് കൂടുതലാണ്. കണ്ട, ഇനി അടുത്ത 500 ഗ്രാം റീഫിൽ, അതൊരു കേസ്, ഒരു 5 കേസ് വല്ലതും കൊടുത്താൽ മതി. ഇങ്ങനെ ഓരോരുത്തരുടെ എടുത്തെടുത്ത് അടിച്ച് കളയുന്നതാണ് ബില്ലിംഗ്. മനസ്സിലായല്ലോ? എന്നിട്ട് ലാസ്റ്റ് എന്താ ചെയ്യേണ്ടത്? കാണിച്ചു തരാം.
ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഒരു കോളം ഇങ്ങനെ അഡീഷണൽ ആയിട്ട് വന്നാൽ ഈ കോളത്തിൽ കൊണ്ടുവച്ചിട്ട് കൺട്രോൾ ഡിലീറ്റ് കൊടുത്ത് ആ കോളം പോയി കിട്ടും. ഓക്കെ, ആ റോ പോയി കിട്ടും. ഓക്കെ, എന്നിട്ട് ഇതിനെ സേവ് കൊടുക്കുക. ഇതിപ്പോ ഇത്രയും ബില്ലിംഗ് എൻട്രി ചെയ്തു. ഇനി അത് സേവ് ചെയ്യണം. ഓക്കെ, ഇവിടെ ക്രെഡിറ്റ് നോട്ട് PCF എടുപ്പുണ്ട്. എത്രയാണ് ആ PCF ക്രെഡിറ്റ് നോട്ട് അഡ്ജസ്റ്റ് ചെയ്തേക്കാം. ഇത് സെയിൽസ് റിട്ടേൺ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ക്രെഡിറ്റ് നോട്ട് വരും. ക്രെഡിറ്റ് നോട്ട് വരുന്ന പൈസ, ഈ കോളത്തിൽ കിടക്കുന്ന പൈസ നമ്മൾ ക്രെഡിറ്റ് നോട്ട് എൻ്റർ ചെയ്യാം. ക്രെഡിറ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ ഇതെന്താ സംഭവം എന്ന് അറിയോ? ഡാമേജ് ഉണ്ടല്ലോ, ഒരു കടയിൽ നിന്ന് വരുന്ന ഡാമേജ് നമ്മൾ ആ കടയ്ക്ക് സെയിൽസ് റിട്ടേൺ എൻ്റർ ചെയ്യും സിസ്റ്റത്തിന്റെ അകത്ത്. ആ സെയിൽസ് റിട്ടേൺ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ആ കടയുടെ പേരിൽ ഒരു ക്രെഡിറ്റ് നോട്ട് വരും. ആ ക്രെഡിറ്റ് നോട്ടാണ് ഈ കിടക്കുന്നത്. റിട്ടേൺ ആൻഡ് റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് നോട്ട്. ഓക്കെ, അപ്പൊ ആ ക്രെഡിറ്റ് നോട്ട് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്കത് ക്ലെയിം എടുക്കാൻ പറ്റൂ. അതെ, ഇപ്പൊ ഇതിന്റെ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ സേവ് കൊടുത്തു കഴിഞ്ഞപ്പോൾ സേവ്ഡ് സക്സസ്ഫുള്ളി വിത്ത് റെഫറൻസ് നമ്പർ. ഇതാണ് ബില്ലിങ്ങിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ്. ഓക്കെ, ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് ബില്ലിങ്ങിന്റെ ഇത് കണ്ടോ, ഈ സൈഡിൽ കണ്ടോ, ഇത് ബില്ലിങ്. ഇത് ഏറ്റവും എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്നതാണ്. താഴത്തേന്റെ അകത്ത് മൂന്നാമത്തെ കോളം ബില്ലിങ്. ഇത് ഞെക്കിയ ബില്ലിങ്ങിലേക്ക് പോകും. ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പാണ് വെഹിക്കിൾ അലോക്കേഷൻ. അമ്മ മോട്ടർ നിറഞ്ഞു. ബില്ലിങ്, വെഹിക്കിൾ അലോക്കേഷൻ, ഡെലിവറി പ്രോസസ്സ്, ബിൽ പ്രിന്റ്. ഈ 4 പ്രോസസ്സാണ് നമുക്ക് ബില്ലിങ്ങിനുള്ളത്. ഈ വെഹിക്കിൾ അലോക്കേഷൻ എടുത്തു, ന്യൂ കൊടുത്തു, ഈ JND ഇത് ക്ലിക്ക് ചെയ്യുന്നു, അർത്തിങ്കല് കുത്തിയതോട് മോട്ടോർ സൈഡ് വന്നില്ല. അതെ, ഇത്രയും കൊടുത്തു കഴിഞ്ഞിട്ട് ചേർത്തല സ്റ്റോർ നമ്മളിപ്പോൾ അടിച്ചതും വന്നു. അതായിട്ട് ഇതിനെ വെഹിക്കിൾ കൊടുക്കുക, ഏതെങ്കിലും വണ്ടി കൊടുക്കുക, ഇങ്ങോട്ട് ആക്കി ഇതിനെ ഇങ്ങോട്ടാക്കണം. ഈ കോളത്തിലുണ്ടായിരുന്നതിനെ ഈ കോളത്തിലേക്ക് ആക്കണം. സേവ് കൊടുക്കണം. വെഹിക്കിൾ അലോക്കേഷൻ കഴിഞ്ഞു. ഓക്കെ, ബില്ലിങ്ങും കഴിഞ്ഞു, വെഹിക്കിൾ അലോക്കേഷനും കഴിഞ്ഞു. ഇനി ഡെലിവറി പ്രോസസ് കണ്ടല്ലോ, ഡെലിവറി ബോയ്. വീണ്ടും ഇങ്ങനെ കുറെ ടിക്ക് ബോക്സുകൾ വരും. ആ ടിക്ക് ബോക്സുകളെല്ലാം ടിക്ക് ചെയ്യണം. ഇനി റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ഓൾ കൊടുത്താൽ തന്നെ സെലക്ട് ആയിക്കോളും. സെലക്ട് ഓൾ എന്നിട്ട് പോപ്പുലേറ്റ് ബിൽസ് കൊടുക്കുക. കണ്ടോ, ബില്ല് വന്നു. സേവ് ചെയ്യുക. ഓക്കെ, ഡെലിവറി പ്രോസസ്സും കഴിഞ്ഞു. ബില്ലിംഗ് കഴിഞ്ഞു, വെഹിക്കിൾ അലോക്കേഷൻ കഴിഞ്ഞു, ഡെലിവറി പ്രോസസ്സ് കഴിഞ്ഞു. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ഇനി ബിൽ പ്രിന്റ്. റിപ്പോർട്ട്സിൽ പോയിട്ട് ബിൽ പ്രിന്റ് എടുത്ത് ഇതിൽ ഡേറ്റ്, ഇന്നത്തെ ഡേറ്റുമാണ് കിടക്കുന്നത്. പ്രിവ്യൂ കൊടുത്ത് ജനറേറ്റ് ചെയ്യാം. കണ്ടോ, ഇങ്ങനൊരു ബോക്സ് വരും. ഇത് പ്രിന്റ് എടുത്താണ് കടകൾക്ക് പോകുന്നത്. ഇതാണ് DMS ബില്ല്. ഓക്കെ, മനസ്സിലായോ? ഇതാണ് DMS ബില്ല്. എങ്ങനെയാണ് DMS ബില്ലും സാധാ ബില്ലും തമ്മിൽ കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞാല് ഇത് കണ്ടോ, ഈ റീറ്റെയിലർ കോഡ്. ഇത് അമൂലിന്റെ റീറ്റെയിലർ കോഡാണ്. ഓക്കെ, പിന്നെ ഇതിന്റെ അകത്ത് വേറെ വരുന്നത് ഐഡന്റിഫൈ ചെയ്തിട്ട് വേറെ അങ്ങനെ ചാൻസ് ഇതാണ് DMS ബില്ല്. DMS ബില്ലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ കമ്പനിയിൽ നിന്ന് കൊടുക്കുന്ന എല്ലാ സ്കീമും, അതായത് ഡിസ്ട്രിബ്യൂട്ടർ കൊടുക്കുന്ന എല്ലാ സ്കീമും റീറ്റെയിലർക്ക് പോകുന്ന ഒരു ബില്ലാണ് ഇത്. ഓക്കെ, ഇതാണ് DMS ബില്ല്. ഇത് നേരെ പ്രിന്റ് എടുത്താൽ നമുക്ക് DMS ബില്ലാക്കാം. ഇത് സേവ് ചെയ്ത് വെച്ചാൽ ഇതായിക്കോളും. ഓക്കെ, ഇത് ജസ്റ്റ് പ്രിന്റ് എടുക്കുമ്പോഴേ നമ്മുടെ മറ്റേ ബിൽ പ്രിന്റ് ഓപ്ഷൻ വരുന്നത്. അതെ, ഇത് പ്രിന്റ് എടുത്താലാണ് ബിൽ പ്രിന്റ് ഓപ്ഷൻ വരുന്നത്. അതായത് ഹാർഡ് കോപ്പി ആയിട്ട് പ്രിന്റ് എടുക്കണോ അതോ ജസ്റ്റ് സേവ് ചെയ്താൽ മതിയോ? സേവ് ചെയ്താൽ അത് റിഫ്ലക്ട് ആവാറില്ല. ക്യൂട്ട് PDF ആക്കിയാൽ ചില സമയത്ത് റിഫ്ലക്ട് ആവുന്നതായിട്ട് പറയുന്നത് കേട്ടപ്പെടുന്നുണ്ട്. പക്ഷെ എന്റെ എല്ലാവരും തന്നെ പ്രിന്റ് എടുത്ത് വെക്കാറാ പതിവ്. ട്രിവാൻഡ്രത്ത് എന്റെ അടുത്ത് കഴിഞ്ഞ ദിവസം മറ്റേ സപ്ലൈ പോയിന്റിലെ പുള്ളിക്കാരി പറഞ്ഞു എല്ലാം കൂടെ എങ്ങനെയാ പ്രിന്റ് എടുത്ത് വെക്കുന്നത്, സേവ് ചെയ്ത് വെക്കാറാ ഇവിടെ ചെയ്യുന്നത് PDF ആയിട്ട്. സേവ് ചെയ്ത് വെച്ചാലും പക്ഷെ അത് 0% തന്നെ കിടക്കുന്നത്. സേവ് ചെയ്ത് വെക്കുമ്പോൾ അത് വരുന്നില്ല, അത് മാറിയിട്ടില്ല. QT PDF എന്ന് പറഞ്ഞിട്ട് സംഭവത്തിലേക്ക് മാറ്റിയ ചില സമയത്ത് ചിലയിടങ്ങളിലൊക്കെ QT PDF റിഫ്ലക്ട് ആവുന്നുണ്ട്. പക്ഷെ ട്രിവാൻഡ്രത്ത് അത് റിഫ്ലക്ട് ആവാതെ വന്നപ്പോൾ ഞാൻ നേരെ പ്രിന്റ് എടുത്ത് വെക്കാൻ പറഞ്ഞിട്ട് എല്ലാവരും അന്നന്ന ദിവസത്തെ പ്രിന്റ് എടുത്ത് അതേപടി വെക്കുക ശരി. ഓക്കെ, അപ്പൊ ഇതാണ് ബില്ലിംഗ് പ്രോസസ്സ്. മനസ്സിലായല്ലോ? അടിച്ചു കളയാനുള്ള വഴി ഇതാണ്.
ഓക്കെ ഓക്കെ. ഒന്നുകൂടെ പറഞ്ഞു തരണോ? ഇല്ലില്ല, ഇതിപ്പോ സേവ്ഡ് ആണല്ലോ, നോക്കിയത്. ഓക്കെ, അപ്പൊ ബില്ലിംഗ് എടുത്തിട്ട് ഒരു കാര്യം കൂടെ കാണിച്ചു തരാം. ഇതിൽ ഏതെങ്കിലും ഒരു കടക്ക് ഇപ്പൊ അടിക്കണമെന്ന് വിചാരിക്കും, ഏതെങ്കിലും റൂട്ടിലുള്ള കടക്ക്. ഞാനിപ്പോ കൗണ്ടർ സെല്ലിൽ അടിക്കാൻ കാണിച്ചാൽ റൂട്ടിൽ ഇപ്പൊ ജയന്റെ റൂട്ടിലുള്ള ഒരു കടയിൽ അടിക്കും. ജയൻ പോകുന്ന ഒരു റൂട്ട്, ജയൻ പൂച്ചാക്കലുണ്ട്, കുത്തിയതുണ്ട്, കലൂരുണ്ട്, അർത്ഥങ്ങളുണ്ട്. പൂച്ചാക്കൽ റൂട്ടിൽ ഒരു കടയ്ക്ക് അടിക്കും. ഇതിനകത്ത് പൂച്ചാക്കൽ റൂട്ടിൽ വാവാസ് ബേക്കറി പൂച്ചാക്കൽ റൂട്ടിലുള്ള കടയാണ്. ആ കടയ്ക്ക് എടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ഒരു ഐറ്റം എടുക്കുന്നു, ഒരു 10 പീസ് സാധനം എടുത്തു, എൻട്രി അടിച്ച് എന്നിട്ട് അത് സേവ് ആക്കും. ഇത്രേ ഉള്ളൂ, ഒരു ബില്ലിങ് കഴിഞ്ഞു. മനസ്സിലായോ? ഇങ്ങനെ ഈ ഇതിൽ നമുക്കൊരു 10 കട അടിക്കാനുണ്ടെങ്കിൽ ഇതിൽ കുത്തിയിരുന്ന ഏതൊക്കെ കടയാണോ ആ കടകളെല്ലാം അടിച്ചതിന് ശേഷം മാത്രം ഈ വെഹിക്കിൾ ലൊക്കേഷനും ഡെലിവറി പ്രോസസ്സും എല്ലാം ഒറ്റയടിക്ക് ചെയ്താൽ മതി. ഇത് ഈ അടിക്കുന്ന കടകളുടെ എല്ലാം ഒരുമിച്ച് കിട്ടും. അല്ലാതെ ഒരു ബില്ല് അടിച്ചു കഴിഞ്ഞിട്ട് തൊട്ട് പുറകെ ഇതെല്ലാം ചെയ്യാൻ പോകേണ്ട ആവശ്യം. ഒരുമിച്ചെല്ലാം അടിച്ചിട്ട് പിന്നെ വെഹിക്കിളും മറ്റേ ചെയ്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് മറ്റേ ഞാൻ പിന്നെ ഇനി നമുക്കിത് ഇൻവെന്ററി മാനേജ്മെന്റ് കയറി സ്റ്റോക്ക് ക്ലിയർ ചെയ്യും. സ്റ്റോക്ക് മാനേജ്മെന്റ് ന്യൂ കൊടുക്കുന്നു. ട്രാൻസാക്ഷൻ ടൈപ്പ് IVR അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഇനി ഓരോ പ്രൊഡക്റ്റ് അടിക്കുക. ആദ്യം നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കണം. അവിടെ പോയി എക്സൽ കൊടുത്തു നമുക്ക് ഓരോ സാധനമായിട്ട് അങ്ങ് അടിച്ചു കളഞ്ഞേക്കാം. ഇവരുടെ ക്ലിയർ ചെയ്തേക്കാം മൊത്തത്തില്. ഫ്രഷ് ക്രീം 1 ലിറ്റർ കളയാനില്ല. ഫ്രഷ് ക്രീം 250 ml 10 കേസ് നമുക്ക് കളയണം. ഓക്കെ, ഫ്രഷ് ക്രീം ഫ്രഷ് ക്രീം 250 ml. കുറെ ബാച്ച് ഉണ്ടല്ലോ, ഏതെങ്കിലും ഒരു ബാച്ച് എടുക്കുക. ഫ്രഷ് ക്രീം ഇപ്പോൾ 70 രൂപ MRPയുടെ സെയിലബിൾ. ഇതിനെ കേസ് ആക്കണം. എന്ന് പറഞ്ഞ പീസും ZTR കേസും. ഓക്കെ, നമുക്ക് എത്ര കേസാണ് കളയണ്ടേ? 10 കേസ്. ഓക്കെ, ടോട്ടൽ ക്വാണ്ടിറ്റി ലെസ് ദാൻ അവൈലബിൾ ക്വാണ്ടിറ്റി. 10 കേസ് കളയേണ്ടിയിരുന്ന ടോട്ടൽ ക്വാണ്ടിറ്റി ലെസ് ദാൻ അവൈലബിൾ ക്വാണ്ടിറ്റി. എന്താ ക്വാണ്ടിറ്റി അത്ര ഇല്ലേ? നോമ്പ് അടിക്കാം. എന്താ പ്രശ്നം? മാറിപ്പോയില്ല. ഇല്ല, ഫസ്റ്റ് ക്രീം 2-3 ബാച്ച് എടുക്കുന്നുണ്ട്. 50 ml 50 ml TP ഉണ്ട്. 2-3 ബാച്ച് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാം. ഇപ്പോഴും വരുന്നുണ്ടല്ലോ. നമ്മൾ ഫ്രഷ് ക്രീം അടിച്ച് കളഞ്ഞായിരുന്നോ? ഫ്രഷ് ക്രീം കഴിഞ്ഞ വട്ടം എനിക്ക് തോന്നുന്നു അതാന്ന് തോന്നുന്നു എടുത്തത്. 5 കേസ് നോക്കാം. 5 കേസ് തന്നപ്പോ കുഴപ്പമില്ല. 8 കേസ് കൊടുത്താലോ? 8 കേസുള്ള ക്വാണ്ടിറ്റി ഇല്ല. നമുക്കിവിടെ 5 തന്നെ കൊടുത്തു. 5 കേസ്. ഓക്കെ, ഇത് ഓരോ ഐറ്റം ഇങ്ങനെ ആഡ് ചെയ്ത് എക്സൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് ബട്ടർ 100 ഗ്രാമിന്റെ 6 കേസാണ്. ഡബിൾ ക്ലിക്ക് ചെയ്ത ഇതിലേക്ക് പോകും. ഈ ഡിസ്ട്രിക്ട് കോഡ് കണ്ടോ? അതിന് കൺട്രോൾ ടാബ് കൊടുത്ത കോമ്പോസിഷൻ കോഡ് നെയിം എന്ന് പറഞ്ഞു വരും. നെയിമിൽ വേണം നമ്മൾ കൊടുക്കാൻ. ബട്ടർ 100 ഗ്രാം ഉണ്ടല്ലോ. ഇപ്പൊ 62 MRPയുടെ സാധനം നമ്മൾ കേസ് ആക്കുന്നു. എത്ര കേസ് കളയണം നമുക്ക്? 6 കേസ്. CAR ആണ് കേസ്. ഇത് ട്രേ എന്നുള്ള ഒരു രീതിയിലാണ് ZTR എന്ന് പറയുന്നത്. ട്രേ സെയിം എന്ന് വെച്ചാല് ഈ ബിവറേജസ് ഒക്കെ വരുമ്പോ ZTR എന്ന് പറയും. കാരണം അത് ഒരു പാക്കിങ്ങില് കാർട്ടൺ ആയിട്ടല്ലോ വരുന്നത്, പെട്ടിയിലല്ല വരുന്നത്. ഒരു വെള്ള ഇതല്ലേ. ഇതെന്നൊക്കെ പറഞ്ഞാൽ ബട്ടറൊക്കെ കേസ് മറ്റേ കാർട്ടൺ ബോക്സിന്റെ അകത്താ വരുന്നത്. ഫ്രഷ് ക്രീം ZTR ആണ് വന്നേക്കുന്നത്, കാരണം അത് വേറൊരു ടൈപ്പ് ബോക്സാണ്. ഓരോ ട്രേ എന്നുള്ള രീതിയിലാണ്. ഓക്കെ, ഇതിപ്പോ 6 കേസ് ബട്ടർ കൊടുത്തു. ടോട്ടൽ ക്വാണ്ടിറ്റി അത്ര ഇല്ല, ബട്ടർ ഇല്ല.
5 കേസ് ആയാലും അതുമില്ലേ, എത്ര ഉള്ളത്? 4 കേസുണ്ട്. എന്നിട്ടും 10 ഇല്ലേ? 1 ഒരു കേസേ ഉള്ളൂ, 2 3 കേസില്ല. എന്താ പ്രശ്നം അവിടെ? ഇതിൻ്റെ എന്താ പ്രശ്നം ഉണ്ടല്ലോ. മൊത്തം ഇവിടെ 8 കേസാണ് കാണിച്ചിരുന്നത്, 100 ഗ്രാം. അതിൻ്റെ അകത്ത് നമ്മൾ 6 കേസ് കൊടുത്തു, 6 കേസ് വരുന്നില്ല. എന്താ? ഓരോ ബാച്ച് ഡിഫറൻസ് ഉണ്ടെന്നാ. ഒന്ന് കൊടുക്കാം. ഈ ബാച്ച് ഡിഫറൻസ് എന്താ വരുന്നത് ഓരോ സെയിം പ്രൊഡക്ട്സിന്? പല ബാച്ച് ഉണ്ടല്ലോ, പല ബാച്ച് വരും. പല ബാച്ച് പല സമയത്ത് ഒന്നെയാണോ? പല സമയത്ത് വന്ന ബാച്ചുകൾ. ബാച്ച് എന്ന് പറഞ്ഞാൽ ഒരു പ്ലാന്റിൽ ഒരു സമയത്ത് ഉണ്ടാക്കുന്ന ഒരു സാധനത്തിനാണ് നമ്മൾ ബാച്ച് എന്ന് പറയുന്നത്. ഒരു ബാച്ച് പ്രൊഡക്ഷൻ നമ്മൾ പറയും. ബാക്കി 5 എണ്ണം 5 കേസത്തിൽ 6 കേസ്. ഇപ്പൊ അത് കണ്ട, 2 ബാച്ച് ഉണ്ടായിരുന്നോണ്ടാണ് ബട്ടർ 500. 2 ബാച്ച് ബട്ടർ വില വ്യത്യാസം ഉണ്ടായിരുന്നു. 62. ഓക്കെ, റൈറ്റ്. ഇങ്ങനെ ഓരോന്ന് അടിച്ചടിച്ച് കളഞ്ഞാൽ ബാക്കി റെഡിയാക്കാൻ പറ്റും. അങ്ങനെ ഓരോന്ന്. ഇത് മൊത്തം എങ്ങനെ ക്ലിയർ ചെയ്യണോ അതോ ഇത് ചെയ്യണോ അതോ ചെയ്യോ? എന്ത് വേണം? ഇല്ല, പുള്ളി ചെയ്യാന്നാ പറഞ്ഞത്. പുള്ളി ചെയ്തോളൂ. പുള്ളി ചെയ്തോളൂ, കുഴപ്പമില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് സേവ് ആൻഡ് കൺഫേം. ഇതാണ് നമ്മൾ സ്റ്റോക്ക് മാനേജ് ചെയ്യുന്നത്. അതായത് ബില്ലിംഗ് അല്ലാതെ സ്റ്റോക്ക് മാനേജ് ചെയ്യുന്ന രീതിയാണ്. അപ്പൊ ഇപ്പൊ നിനക്ക് എന്തൊക്കെ പറഞ്ഞു തന്നു? ബില്ല് ചെയ്ത് സ്റ്റോക്ക് ക്ലിയർ ചെയ്യാനുള്ള 2 വഴികളാണ്. ഒന്ന് സ്റ്റോക്ക് മാനേജ്മെന്റ് സ്ക്രീനിൽ പോയിട്ട് നമ്മൾ സ്റ്റോക്ക് ക്ലിയർ ചെയ്യുന്നു. രണ്ടാമത് ബില്ലിംഗ് വഴി ക്ലിയർ ചെയ്യുന്നു. ഇപ്പൊ ബില്ലിംഗ് പഠിച്ചല്ലോ, ബില്ലിംഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പഠിച്ചല്ലോ. ഓക്കെ, ഇതുപോലെ തന്നെ ഇത് ക്യാൻസൽ ചെയ്യണേ. അത് സേവ് ആൻഡ് കൺഫേം കൊടുത്താലേ മൊത്തം അടിച്ചു കളയണ്ടേ. മൊത്തം ഇങ്ങനെ അടിച്ചു കളയുന്നേ, ഇങ്ങനെ അടിച്ചു കളയണം. ഈ ആഡ് ടു സ്റ്റോക്ക് കണ്ടോ? ഇതിനകത്ത് സ്റ്റോക്ക് കളയുന്ന പോലെ തന്നെ നമുക്ക് സ്റ്റോക്ക് കയറ്റാനും പറ്റും. അത് ആഡ് ടു സ്റ്റോക്ക് കൊടുത്തിട്ട് ആഡ് ടു സ്റ്റോക്ക് അതൊന്നും അത് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളത് ചെയ്ത് കൊടുക്കേണ്ട എന്തെങ്കിലും വന്നാൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി. ഇത് ആക്ച്വലി നമ്മൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, ഡിസ്ട്രിബ്യൂട്ടർ ഒരിക്കലും ചെയ്യാൻ പാടില്ല ഈ സ്റ്റോക്ക് മാനേജ്മെന്റ് ഒന്നും. ഈ സ്റ്റോക്ക് മാനേജ്മെന്റ് എന്നുള്ളത് ആക്ച്വലി അവിടെ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ ചെയ്തു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. മറ്റേത് സ്റ്റോക്ക് ക്ലിയർ ചെയ്യുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, ഇത് സെയിം അതുപോലെ തന്നെ ഐറ്റവും ഇത് ബാച്ചിങ് ക്വാണ്ടിറ്റി എല്ലാം അടിച്ചിട്ട് സേവ് ആൻഡ് കൺഫേം കൊടുത്താൽ സ്റ്റോക്ക് ആഡ് ആയിക്കോളും. ഓക്കെ, ഇതാണ് ഒന്ന്. ഇനി വേറെ എന്തെങ്കിലും അറിയണോ ഇതിനകത്ത്? പിന്നെ സെയിൽസ് റിട്ടേൺ ഉണ്ട്. ഇതെല്ലാം പറഞ്ഞു. സെയിൽസ് റിട്ടേൺ, സെയിൽസ് പാനൽ ഉണ്ടോ? ഈ ബില്ലിങ്ങിന് തൊട്ട് മുകളിൽ സെയിൽസ് പാനൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതാണ് സെയിൽസ് പാനൽ. ഓക്കെ, ഇത് എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാല് നമ്മൾ ഈ SFI ഓർഡർ എടുക്കും. മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് SFI എന്ന് പറയുന്നത്. അമൂൽ SFI എന്ന് പറയുന്നത് ഈ സെയിൽസ്മാൻമാർ യൂസ് ചെയ്യുന്ന ആപ്പാണ്. സെയിൽസ് ഫോഴ്സ് ആപ്ലിക്കേഷൻ എന്നാണ് അതിന്റെ SFI എന്ന് പറയുന്ന സംഭവം. അത് റൂട്ടിൽ സെയിൽസ്മാൻ ഓർഡർ എടുക്കാൻ പറ്റും. അത് വെച്ചിട്ട് ഓർഡർ എടുത്തു കഴിഞ്ഞിട്ട് അത് ഇതിലേക്ക് ഇറക്കുന്നതാണ് പോപ്പുലേറ്റ് ഓർഡേഴ്സ്. ഉണ്ടോ? പോപ്പുലേറ്റ് ഓർഡേഴ്സ് ഇതുണ്ടോ? ഇത്ര ഓർഡറുകൾ SFI എടുത്തിട്ടുള്ള ഓർഡറുകളാണ്. എല്ലാ ഓർഡറും സെലക്ട് ചെയ്യുന്നു. നമ്മൾ മേക്ക് ബിൽസ് എന്നുള്ള ഓപ്ഷൻ എടുക്കുന്നു. ഇതൊന്നും സ്റ്റോക്കിലെ പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ്. ഇത് അവിടെ കിടക്കുന്ന സ്റ്റോക്ക് ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ SFI നമ്മൾ ഓർഡർ എടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഐറ്റം അതിൽ സ്റ്റോക്ക് ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ ബില്ല് ചെയ്യാൻ പറ്റാതെ വരും. അപ്പൊ നമ്മൾ അത് ചെയ്യുന്നത് കൂടെ ഞാൻ പറഞ്ഞുതരാം. അത് നമ്മൾ എങ്ങനെയാ ക്ലിയർ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഒന്നുകൂടെ പോപ്പുലേറ്റ് ഓർഡേഴ്സ് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഓരോ ഓർഡർ സെലക്ട് ചെയ്യും. ഒരു ഓർഡർ സെലക്ട് ചെയ്തല്ലോ, കണ്ടോ? ഡിസ്പ്ലേ ഇൻ ബില്ലിംഗ് സ്ക്രീൻ കൊടുക്കും. അപ്പൊ അവരെടുത്തേക്കുന്ന ഓർഡർ മൊത്തം ഇതിൽ വരും, കണ്ടോ? എന്നിട്ട് നമ്മൾ ഇതിനെ മറ്റേ ബില്ലിംഗ് സ്ക്രീനാ, മനസ്സിലായോ? നമ്മൾ ആദ്യം ബില്ലിങ്ങിന് വേണ്ടി എടുത്ത സ്ക്രീനാണ് ബില്ലിംഗ് സ്ക്രീൻ. അതെന്നിട്ട് നമ്മൾ സേവ് കൊടുക്കും. അപ്പൊ ഇതിന്റെ അകത്ത് ആ സ്റ്റോക്ക് ഇല്ലാത്ത സാധനം മാറ്റി ഇതിലേക്ക് പോയി. കണ്ട, ഇതിപ്പോ ഒന്നാമത്തെ ഓർഡർ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ഓർഡർ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതായത് നോക്ക്, ഏതോ സാധനം സ്റ്റോക്ക് ഇല്ലാത്ത നോക്ക്, ഈ റെഡ് കളർ ഇറങ്ങുന്നതാണ്.
അതാണ് മിൽക്ക് ചോക്ലേറ്റ് എന്നുള്ള സാധനം സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഈ ബില്ല് പ്രോസസ് ചെയ്യാൻ മറ്റേ കൂട്ടമായിട്ട് പ്രോസസ് ചെയ്യാൻ പറ്റാത്തത്. അപ്പൊ നമ്മൾ ഈ ഡിസ്പ്ലേ ബില്ലിംഗ് സ്ക്രീനിൽ വീണ്ടും പോകുന്നു. അപ്പൊ മിൽക്ക് ചോക്ലേറ്റ് ഒഴിച്ച് ബാക്കി എല്ലാം ഇതിനകത്ത് വരും. കണ്ടോ, തന്നെ സിസ്റ്റം തന്നെ ഇതെല്ലാം മാറ്റിക്കോളും. ഇതാണ് ഏറ്റവും എളുപ്പമുള്ളത് ചെയ്യുന്നത്. ബില്ലിങ്ങിന്റെ ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ SFI ഓർഡർ എടുത്തിട്ട് ചെയ്യുന്നതാണ്. ഇനി നമ്മളിത് ഇത് സെയിൽസ്മാൻ ചെയ്യില്ല ആക്ച്വലി, ഇത് ബില്ലിംഗ് സ്റ്റാഫാണ് ചെയ്യുന്നത് ആക്ച്വലി. സെയിൽസ്മാൻ ഓർഡർ എടുത്ത് SFI ഓർഡർ എടുക്കുന്ന ഏറ്റവും എളുപ്പമുള്ളവർ. ഇതിൽ നോക്ക്, അയാൾ ഓർഡർ എടുത്തേക്കുന്നത് കൂൾ കാഫെ, കൂൾ കൊക്കോ, ഇത് രണ്ടും ജാൻസിയുടെ സ്റ്റോക്കിലില്ല. അപ്പൊ നമ്മൾ വീണ്ടും ഡിസ്പ്ലേ ബില്ലിംഗ് സ്ക്രീനിൽ പോയിട്ട് സാധനം തന്നെ വരുന്നു. നമ്മൾ വീണ്ടും സേവ് കൊടുക്കും. നമ്മൾ ക്ലിക്ക് മീൽസ് കൊടുക്കും. എന്നിട്ട് കണ്ട, ഇതിന്റെ അകത്ത് ഏതാ സ്റ്റോക്ക് ഇല്ലാത്തത്? ബട്ടർ ടോസ്റ്റ് വീറ്റ് സ്റ്റോക്കില്ല. അതുകൊണ്ടാണ് അത് വരുന്നത്. ഡിസ്പ്ലേ ബില്ലിംഗ് സ്ക്രീനിൽ കൊടുക്കുന്നു. നമ്മൾ സേവ് കൊടുക്കും. ഇങ്ങനെയാണ് SFI ഓർഡറുകൾ നമ്മൾ പ്രോസസ് ഒക്കെ ചെയ്യും. ഓക്കെ, ക്യാൻസൽ കൊടുക്കാണ്, ഞാൻ പോവാണ്. ഓക്കെ, നമ്മൾ ഇറങ്ങാണ്. ഇത് ഓക്കെ, ബില്ലിംഗ് എന്നുള്ള പരിപാടി പഠിച്ചല്ല. ഇനി അടുത്ത സംഭവം സെയിം കസ്റ്റമർ മാനേജ്മെന്റ് പോകുന്നു. സെയിൽസ് റിട്ടേൺ കണ്ടോ, സെയിൽസ് റിട്ടേൺ എടുക്കുന്നു, ന്യൂ കൊടുക്കുന്നു, മൾട്ടി ഇൻവോയ്സ് കൊടുക്കുന്നു, റീറ്റെയിലർ നെയിം കൊടുക്കുന്നു. ഏത് കടയ്ക്കാണ് ഇപ്പൊ അടിക്കേണ്ടത്? വാമൻസ് തുറവൂർ. ഒരു കട നമ്മൾ എടുത്തു. അയാൾക്ക് എന്താ ഐറ്റം, എന്താണ് ഡാമേജ് ഐറ്റം? അയാൾക്ക് ഇപ്പൊ കൂൾ കൊക്കോ ക്യാൻ, കൂൾ കൊക്കോ പെറ്റ് ബോട്ടിലിന്റെ സ്റ്റോക്കിൽ കൊക്കോ ക്യാൻ. ഓക്കെ, ഒരു കൊക്കോ ക്യാൻ 35 കൊക്കോ ക്യാൻ എടുക്കുന്നു. ഇത് കണ്ടോ, ഈ PCF കണ്ടോ, അത് 2 സെക്കൻഡ് PCF ആക്കണം. കണ്ടോ, അപ്പൊ ഇവിടെ MG അൺസെയിലബിൾ എന്ന് പറഞ്ഞു. അത് നമ്മളിവിടെ സെക്കൻഡ് PCF എടുത്താൽ മാത്രമേ MG അൺസെയിലബിൾ വരത്തുള്ളൂ. ക്വാണ്ടിറ്റി 1 പീസാണ് അവരുടെ ഡാമേജ്. ഓക്കെ, അടിച്ചു കഴിഞ്ഞാൽ അതെ, അങ്ങനെ ഓരോന്ന് ആഡ് ചെയ്തിട്ട് ഇവിടെ സേവ് ആൻഡ് കൺഫേം കൊടുക്കണം. സേവ് ആൻഡ് കൺഫേം. റീസൺ കൊടുക്കണം. ഇവിടെ റീസൺ എന്താ? അത് പിരിഞ്ഞതാവാം, അല്ലെങ്കിൽ ലംസ് ഉണ്ടാവാം, ലീക്കേജ് ഉണ്ടാവാം. ഏതാണ് റീസൺ? ലീക്കേജ് കൊടുത്തു. ഓക്കെ, എന്നിട്ട് സേവ് ആൻഡ് കൺഫേം. കണ്ട, ഇപ്പൊ ഇത് ഓക്കെ. ഇപ്പൊ നമ്മൾ വാമൻസ് തുറവൂറിനാണ് സെയിൽസ് റിട്ടേൺ എൻ്റർ ചെയ്തത്. ഇപ്പൊ വാമൻസ് തുറവൂറിന് സെയിൽസ് റിട്ടേൺ എൻ്റർ ആയി. അപ്പൊ നമ്മൾ വീണ്ടും കസ്റ്റമർ മാനേജ്മെന്റിൽ പോയി ബില്ലിംഗ് എടുത്ത് നമ്മൾ വാമൻസ് തുറവൂരിന് എടുക്കണം. വാമൻസ് തുറവൂർ കണ്ട, ആ കട നമ്മൾ എടുത്ത്. കണ്ട, അപ്പൊ കണ്ട PCF ക്രെഡിറ്റ് നോട്ടീസ് അവൈലബിൾ വന്നത്. കണ്ട, അത് പ്രിന്റ് എടുക്കല്ല. ഇത് ആദ്യം നമ്മൾ ബില്ല് അടിക്കണം. ഒരു 10 പീസ് ബട്ടർ എടുക്കണം. നമ്മൾ എത്ര രൂപയാണോ ഡാമേജ് എൻ്റർ ചെയ്ത് അതിന് മുകളിൽ ഇവിടെ ബില്ല് ചെയ്യണം. മനസ്സിലായോ? ആ കടയ്ക്ക് നമ്മൾ ആ കടയിൽ നിന്ന് നമ്മളൊരു സാധനം റിട്ടേൺ എടുത്തു. അപ്പൊ ആ കടയ്ക്ക് നമ്മൾ തിരിച്ച് പൈസ കൊടുക്കണ്ടേ, അല്ലെങ്കിൽ സാധനം കൊടുക്കണ്ടേ? അത് കൊടുത്ത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ കമ്പനി ആ ഡിസ്ട്രിബ്യൂട്ടർക്ക് ഡാമേജ് കൊടുക്കത്തുള്ളൂ. അതെ അതെ. എന്നിട്ട് നമ്മൾ ഇതിനെ സേവ് ചെയ്യാൻ പോകുമ്പോൾ ഇവിടെ കണ്ടോ, ക്രെഡിറ്റ് നോട്ട് എന്നൊരു ഓപ്ഷൻ കണ്ടോ? ക്രെഡിറ്റ് നോട്ട് എടുക്കുന്നു. അപ്പോൾ എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. റിട്ടേൺ ആൻഡ് റീപ്ലേസ്മെന്റ് വന്നു 29.20. ഇത് ഈ അവൈലബിൾ എമൗണ്ടും അഡ്ജസ്റ്റ്മെന്റ് എമൗണ്ടും സെയിം ആക്കണം. ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി 29.2. ഓക്കെ കൊടുക്കും. അപ്പൊ ക്രെഡിറ്റ് നോട്ട് അഡ്ജസ്റ്റ് ആയി. സേവ് കൊടുക്കും. ഓക്കെ, ഇത്രേ ഉള്ളൂ സെയിൽസ് റിട്ടേൺ എൻട്രി ചെയ്യുന്ന പരിപാടി. ഇനി ക്ലെയിം എടുക്കുന്ന പരിപാടി. ഇത്രയും ചെയ്യേണ്ടത് ഡിസ്ട്രിബ്യൂട്ടർ ഉത്തരവാദിത്തമാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ട സ്റ്റെപ്പ് നമ്മളുടേതാണ്. നമ്മൾ ഈ ക്ലെയിം മാനേജ്മെന്റ് എന്ന ഓപ്ഷൻ കണ്ടോ? ക്ലെയിം മാനേജ്മെന്റിൽ പോകുന്നു. ക്ലെയിം ടോപ്പ് ഷീറ്റ് കണ്ടോ? ക്ലെയിം ടോപ്പ് ഷീറ്റ് എടുക്കുന്നു. ഇത് സ്കീം ക്ലെയിം ആണ്. സ്കീം ക്ലെയിം എല്ലാ മാസത്തെ എടുക്കണേ. നമ്മളിവിടെ ന്യൂ എടുക്കണം. ക്ലെയിം ഡിസ്ക്രിപ്ഷൻ. ഇപ്പൊ ഈ മാസത്തെ PCF ആണ്. ഡാമേജ് ആണെങ്കിൽ
PCF സെപ്റ്റംബർ 2025. എന്നിട്ട് ഈ ക്ലെയിം ഗ്രൂപ്പ് കണ്ടോ, അവിടെ കൺസ്യൂമർ കംപ്ലൈന്റ് ക്ലെയിം, അതാണ് PCFന്റെ ഇത് ഓപ്ഷൻ. ഫസ്റ്റ് എടുക്കണം. മാസം, ഈ മാസം ലോഡ് കുറെ ഡാമേജ് ക്ലെയിമുകൾ വരും. അതിൽ ഏതാണോ നമുക്ക് എടുക്കേണ്ട ക്ലെയിം എന്നുള്ളത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഇതില് നമുക്ക് എടുക്കേണ്ട ക്ലെയിം ഏതാണെന്ന് കണ്ടുപിടിക്കാനുള്ള വഴി റിപ്പോർട്ട്സ്, ബിൽ പ്രിന്റ്, സെയിൽസ് റിട്ടേൺ. കണ്ടോ, സെയിൽസ് റിട്ടേൺ, ഇവിടെ സെയിൽസ് റിട്ടേൺ ഇന്നത്തെ ഡേറ്റിൽ എൻ്റർ ചെയ്ത് സെയിൽസ് റിട്ടേൺ കിട്ടാനായിട്ട് ഈ സെയിൽസ് റിട്ടേൺ നമ്പർ കണ്ടോ, സാൽവേജ് നമ്പർ SLV 2500, ആ നമ്പറാണ് എടുക്കേണ്ടത്, അതാണ് എടുക്കേണ്ടത്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ആ നമ്പർ വന്നിട്ടില്ല, അത് സിങ്കായി വരുന്നേ ഉള്ളൂ. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് അത് വരും. കഴിഞ്ഞ വർഷത്തെ ഒരു പേപ്പർ കാര്യങ്ങളൊക്കെ ഇതിന്റെ തന്നെ ക്ലെയിം ചെയ്യാനുള്ള എനിക്ക് കൊറിയർ അയച്ചിട്ടുണ്ട്. അപ്പൊ അത് നിന്റെ കൺസോളിൽ കയറിയിട്ട് അപ്രൂവ് ചെയ്യുന്നത്, അത് BRMന് വരുമ്പോ പറഞ്ഞുതരാം. അത് ആ പേപ്പർ കയ്യിൽ വെച്ചിട്ട് വേണം നമ്മളത് കൺസോളിൽ അപ്രൂവ് ചെയ്യാൻ. ആ പേപ്പറിൽ സൈൻ ചെയ്യുമ്പോൾ തന്നെ വേണം നമ്മൾ കൺസോളിൽ അപ്രൂവ് ചെയ്യാൻ പാടും. ഇതിപ്പോ ചേട്ടൻ അന്ന് ചെയ്തു കൊടുത്തതാണോ ഇത് അന്നത്തെ? അത് ഡാമേജ് ഞാൻ ഡിസ്ട്രോയ് ചെയ്തിട്ട് അവരെ കൂടെ എൻ്റർ ചെയ്യിപ്പിച്ചതായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്ര ഓക്കെ ആയല്ലോ, സ്റ്റോക്ക് ക്ലിയർ ചെയ്യുന്ന പരിപാടി എല്ലാം മനസ്സിലായല്ലോ. അപ്പൊ ഈ ജാൻസിയുടെ എങ്ങനെയാന്ന് വെച്ചാൽ നോക്കിയിട്ട് ക്ലിയർ ചെയ്യുക. ഇനി ഇത് ഞാൻ ക്ലോസ് ചെയ്തോട്ടെ, എന്നാ ജാൻസിയുടെ ഇറങ്ങിക്കോട്ടെ. ഇത് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ സ്റ്റോക്ക് മാനേജ്മെന്റിൽ വന്നിട്ട് സിങ്ക് എന്നുള്ള ഓപ്ഷൻ കണ്ടോ? സിങ്കിന് ഇട്ടിട്ട് വേണം നമ്മൾ ഇറങ്ങാൻ. അപ്പൊ നമ്മളിത് മിനിമൈസ് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങിപ്പോകും. ഓക്കെ, അവന്മാരിനെ അത് ബാക്കി ചെയ്യേണ്ടത് ചെയ്തോളൂ. ഞാൻ ഡെസ്ക് ക്ലോസ് ആയി, ഡെസ്ക് നമ്മൾ ക്ലോസ് ചെയ്യുന്നു. നമ്മൾ ടീം വ്യൂവറിൽ നിന്ന് നമ്മൾ ഇറങ്ങിപ്പോവാണ്. ടീം വ്യൂവർ നമ്മൾ ക്ലോസ് ചെയ്തിട്ട് ഇറങ്ങിപ്പോവാണ്. ഓക്കെ, ടീം വ്യൂവർ ID എൻ്റെ ഉണ്ടല്ലോ, അപ്പോൾ എപ്പോഴാന്ന് വെച്ചാൽ കയറിച്ചിട്ടുള്ളൂ, ഇത്രേ ഉള്ളൂ. ഓക്കെ, ടീം വ്യൂവർ എൻ്റെ ഡെസ്കിൻ്റെ അകത്ത് ഓൾറെഡി മറ്റേ എൻ്റെ ഡെസ്ക് ക്ലോസ് ആയി കിടക്കുമായിരുന്നു. ഇനി നിനക്ക് എന്തായിരുന്നു കാണണ്ടേ? എനിക്ക് ഇത്രയാണ് മെയിൻ ആയിട്ടുള്ളത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് ഇനി